ഓഫീസ് ആക്രമിച്ചു എന്നുള്ള ആരോപണമാണോ? എൻ വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം താങ്കൾക്കെതിരെ ഉയരുന്നുണ്ട്. ആരോപണമല്ല, എൻ്റെ ഓഫീസിലേക്ക് 15ഓളം ഡിവൈഎഫ്ഐക്കാർ മാർച്ച് നടത്തി. ഇതുമായി യാതൊരു തരത്തിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല, നേരത്തെ ഒരു വിഷയത്തിൽ കണക്റ്റഡ് അല്ല. ഇതിന് എൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എൻ്റെ ഓഫീസിൽ പോലീസ് സംരക്ഷണത്തിൽ എൻ്റെ ഓഫീസിൻ്റെ ബീഡിങ് തകർന്നു, എൻ്റെ ഓഫീസിൻ്റെ ഗ്ലാസ് വഷളായി, ആകെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഒത്താശ ചെയ്യുക. പോലീസും ഇവരും പറയുന്നത് ഒരേ വാചകമാണ്, ഷട്ടർ താഴ്ത്തണം, മുഴുവൻ ആളുകളും പോകണം. കൽപ്പറ്റയിലെ ജനങ്ങളുടെ ഓഫീസാണത്. CPM-ഉം പോലീസും പറയുമ്പോൾ, DYFI-കാരും പറയുമ്പോൾ അടച്ചിടാനുള്ള ഓഫീസല്ല കൽപ്പറ്റയിലെ ഓഫീസ്. കൽപ്പറ്റയിലെ ഓഫീസ് സാധാരണക്കാരായ ജനങ്ങളുടെ ഓഫീസാണ്. അവിടെ ജനങ്ങൾക്കുള്ള ആശ്വാസ പ്രവർത്തനം, മരുന്ന് വിതരണം, ആശ്വാസ പ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ഓഫീസാണത്. ആ ഓഫീസ് DYFI-കാരനും പോലീസും വന്ന് പറയാണ് നിങ്ങൾ ഷട്ടർ താഴ്ത്തണം. അത് CPM ഓഫീസല്ല. അവർ പറയുമ്പോൾ ഷട്ടർ താഴ്ത്താൻ. ഇത് ജനങ്ങളുടെ ഓഫീസാണ്, ജനങ്ങളുടെ ഓഫീസാണ്. അതുകൊണ്ട് അക്രമം നടത്തി വഴിതിരിച്ചു വിടുക, രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, അതിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമല്ല. പിന്നെ പറഞ്ഞു MLA ഇറങ്ങി നടക്കൂല. ഞാൻ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുക, ഈ കൽപ്പറ്റ ടൗണിൽ ഇറങ്ങി നടക്കുകയാണ്. ഈ കൽപ്പറ്റ ടൗണിലെ ഹൃദയഭാഗത്തുണ്ട്. അങ്ങനെയൊന്നും ഈ കൽപ്പറ്റയിലെ ഈ തെരുവീതിയെ കളങ്കപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരു DYFI-കാരനെയും CPM-കാരനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. എന്തായാലും ഇതാണ് ഇങ്ങനെ പ്രതിഷേധത്തിന്റെ സാങ്കത്യം, ഇതാണ് പ്രതിഷേധത്തിന്റെ വിഷയം. ഈ തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. എന്തായാലും ഈ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈ പത്മജ ഗുരുതരമായ ആക്ഷേപങ്ങൾ T. സിദ്ദീഖിനെതിരെ ഉയർത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് DYFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട് ആ കരാറിൽ നിന്ന് വ്യതിചലിച്ചു വിജയന്റെ മരണത്തിന് ശേഷം ഉണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ട് T. സിദ്ദീഖ് MLA-ക്കെതിരെ അടക്കം ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പത്മജ ഉയർത്തുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു DYFI-യുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിനിടെ MLA ഓഫീസിന് കേടുപാടുണ്ടാക്കി എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് MLA-യുടെ സാന്നിധ്യത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.